പൂർണ്ണഗർഭിണിയായ സാജുദയെ 40 അടി ഉയരത്തിലെ ഹെലികോപ്റ്ററിലേക്ക് പിടിച്ചുകയറ്റിയ കമാൻഡർ വിജയ് വർമ്മ രക്ഷപ്പെടുത്തി. മണിക്കൂറുകൾക്കുള്ളിൽ നേവിയുടെ ആശുപത്രിയിൽ നിന്ന് കുഞ്ഞു സുബുഹാനെ ആദ്യം കൈകളിലെടുത്ത സർജൻ ലഫ്റ്റനന്റ് കമാൻഡർ തമന്ന ഷെണായി. പ്രളയത്തെ അതിജീവിച്ച കുഞ്ഞു സുബുഹാന്റെ ആദ്യ പിറന്നാൾ ദിനത്തിൽ കൈനിറയ സമ്മാനങ്ങളുമായാണ് നേവി ടീം ആലുവയിലെ വീട്ടിലേക്കെത്തിയത്. പ്രസവവേദനയിൽ കഴിയുന്ന സാജുദയെ എയർലിഫ്റ്റ് ചെയ്ത നിമിഷങ്ങളെ കമാൻഡർ വിജയ് വർമ്മ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ. അന്ന് രാവിലെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് അറിഞ്ഞില്ല, കാരണം നേവിയിൽ അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് നേവി എടുത്തിരുന്നല്ലോ. അപ്പോൾ പല സ്ഥലത്തും ഫ്ലൈ ചെയ്ത് വൈകുന്നേരം ഫൈനലി ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ അറിഞ്ഞത് ജബീൽ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ്. വൈകുന്നേരം 8:30 മണിക്കോ മറ്റാണ് ജബീൽ അറിഞ്ഞത് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ വളരെയധികം സന്തോഷമുള്ളൊരു സമയമായിരുന്നു. പക്ഷെ അന്ന് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും സമയമില്ല, കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഫ്ലൈങ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും സന്തോഷം തന്നെ. ഇയാളൊന്ന് കാണാൻ ഒരു കൊല്ലമായി, ആ സമയം കഴിഞ്ഞു. ഇനി ഇറ്റ്സ് എ ടൈം ഓഫ് ഹോപ്പ്. പുതിയൊരു സമയം തുടങ്ങി. അത് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നേവി തന്നെ വളരെ അറ്റാച്ച്ഡ് ആണ് ഇപ്പം. ഈ ഫുൾ ആ ഒരു എന്താ പറയുക, ആ ഓപ്പറേഷൻ്റെ ഒരു ഫേസ് എന്ന് പറയാം സുബാനും സജിതയും. അപ്പോൾ വി ആർ കീപ്പിംഗ് ടാബ്സ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചോദിക്കും എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇയാളുടെ ഓരോ ഡെവലപ്മെൻറ്റും വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ട് ഇരിക്കുകയായിരുന്നു. ഇന്ന് വരാൻ എന്തായാലും വന്നേ പറ്റൂ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ആ ഏരിയയിൽ ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഈ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആയിരുന്നില്ലെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ. അന്ന് ഈ ഓപ്പറേഷൻ ഞാൻ നടത്തില്ല. അപ്പോൾ എടുത്തു. ആൻഡ് ഭാഗ്യത്തിന് എല്ലാം നന്നായി പോയി. സജിത ഈസ് എ സ്ട്രോങ് വുമൻ, എ ബ്രേവ് വുമൻ, ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് യങ് മാൻ ഈസ് ഹിയർ ടുഡേ. പേര് നേവിയുടേതാണ്. നേവിയുടെ നമ്മുടെ സഞ്ജീവനി ഹോസ്പിറ്റലിന്റെ CEO സജിതിനെ കാണാൻ കൊമഡോ സുഭാഷ് കാണാൻ വന്നപ്പോൾ he suggested the name, that his name should be Subhan. Subhanallah, so the word itself, it's a new beginning for you. പ്രതികൂല കാലാവസ്ഥകളെ മറികടന്ന നേവി ടീം കുഞ്ഞു സുബുഹാന്റെ പുഞ്ചിരിയോളം സ്നേഹം ജീവിതത്തിലേക്ക് നിറച്ച നിമിഷങ്ങളെക്കുറിച്ച് സാജിദ പറയുന്നത് ഇങ്ങനെ. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രളയത്തെ തോൽപ്പിച്ചവരുടെയും അതിജീവിച്ചവരുടെയും ഒത്തുചേരൽ കൂടിയാണ് കുഞ്ഞു സുബുഹാന്റെ 1ാം പിറന്നാൾ ദിനം.